സിനിമയുടെ തുടക്കത്തിൽ മലനിരകളിലുള്ള ഒരു റിസോർട്ട് കാണിക്കുന്നു. അവിടെ ചില മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് പോലീസ് അറിയുമ്പോൾ അവരെ പിടികൂടാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതേസമയം മാവോയിസ്റ്റ് നേതാവായ സേതു ഒരു FM റേഡിയോ ചാനലിന് അഭിമുഖം നൽകുകയാണ്. അപ്പോഴാണ് പോലീസ് അവിടേക്കെത്തി വെടിവെപ്പ് ആരംഭിക്കുന്നത്. വെടിവെപ്പിൽ നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു. സേതുവിന് അവിടെ നിന്നാൽ താനും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാകുന്നു. അതിനാൽ അവൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓടിപ്പോകുന്നതിനിടെ പോലീസിന്റെ വെടിയേറ്റ് അവന്റെ കാലിൽ പരിക്കേൽക്കുന്നു. പെട്ടെന്ന് സേതു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ സ്വപ്നം കണ്ടതായിരുന്നു. എന്നാൽ അതിശയകരമായ കാര്യം, സ്വപ്നത്തിൽ വെടിയേറ്റ അതേ സ്ഥലത്ത് അവന് ഇപ്പോഴും വേദന എടുക്കുന്നുണ്ടായിരുന്നു. സേതുവിന് മധു എന്നൊരു മൂത്ത സഹോദരനുണ്ട്. മധു എപ്പോഴും ടിവിയുടെ ശബ്ദം വളരെ ഉയർത്തി വെക്കും. അതുകൊണ്ട് സേതു ഇടയ്ക്കിടെ അവനോട് ശബ്ദം കുറയ്ക്കാൻ പറയാറുണ്ട്. മധുവിന് മാനസിക പ്രശ്നങ്ങളുണ്ട്. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങാറില്ല. മരിച്ചുപോയ തന്റെ അമ്മാവൻ മാരിസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും തന്റെ മുന്നിലുണ്ടെന്നും അവൻ വിശ്വസിക്കുന്നു. സഹോദരനെ വിഷമിപ്പിക്കാതിരിക്കാൻ സേതു മാരിസ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന പോലെ അഭിനയിക്കുന്നു. വീട്ടിൽ ഒരു ജോലിക്കാരിയും ജോലി ചെയ്യുന്നുണ്ട്. അന്ന് അവൾ വളരെ ദേഷ്യത്തിലായിരുന്നു. കാര്യം ചോദിച്ചപ്പോൾ വീടിന് മുന്നിലെ ടവറിന്റെ മുകളിൽ ഒരു വയസ്സൻ തോക്കുമായിരുന്ന് എപ്പോഴും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സേതുവിന് വീണ്ടും അതേ കാലുവേദന തുടങ്ങുന്നു. സ്വപ്നത്തിൽ വെടിയേറ്റ സ്ഥലത്ത് തന്നെ എന്തുകൊണ്ടാണ് ഈ കാലുവേദന? അവൻ ആശ്ചര്യപ്പെടുന്നു. അപ്പോഴും ടവറിന് മുകളിൽ ഇരുന്നിരുന്ന വൃദ്ധൻ തന്റെ നേർക്ക് തോക്കു ചൂണ്ടുന്നത് സേതു കണ്ടു. എന്നാൽ സേതു ഒന്നും ചോദിക്കാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നു. അതേസമയം ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരു യോഗം നടത്തുകയാണ്. സേതു കണ്ട സ്വപ്നം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവവുമായി സാമ്യമുള്ളതാണെന്ന് അവർ ചർച്ച ചെയ്യുന്നു. മാവോയിസ്റ്റുകളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടെങ്കിലും അവരുടെ നേതാവായ രാജേന്ദ്രൻ രക്ഷപ്പെട്ടിരുന്നു. ഓടിപ്പോകുന്നതിനിടെ രാജേന്ദ്രൻ പോലീസ് ഓഫീസർ ചാൾസിന്റെ സർവീസ് തോക്കും കൈക്കലാക്കിയിരുന്നു. ഇത്ര വലിയ അശ്രദ്ധ എങ്ങനെ സംഭവിച്ചുവെന്ന് ചാൾസിനോട് മേലുദ്യോഗസ്ഥർ ചോദിക്കുന്നു. തോക്ക് തിരികെ കണ്ടെത്തിയില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് മുന്നറിയിപ്പും നൽകുന്നു. ഇതിനിടെ സേതു ഒരു ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ടിവിയിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ വാർത്ത കാണിക്കുന്നു. ഇത് കണ്ട സേതു ഡോക്ടറോട് താൻ കഴിഞ്ഞ രാത്രി ഇതേ സംഭവത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നുവെന്നും സ്വപ്നത്തിൽ വെടിയേറ്റ സ്ഥലത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വേദനിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് ഡോക്ടർ ചിരിക്കുന്നു. നീ വളരെയധികം ആക്ഷൻ സിനിമകൾ കാണുന്നുണ്ടാകും എന്ന് പറഞ്ഞ് ചില മരുന്നുകൾ എഴുതി കൊടുക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ സേതുവിനോട് വീട്ടിൽ ഒരു വലിയ പാർട്ടി ഉണ്ടെന്നും മദ്യം വാങ്ങിക്കൊണ്ടു വരണമെന്നും പറയുന്നു. പണവും നൽകുന്നു. സേതു മദ്യം വാങ്ങി വരുമ്പോൾ പോലീസ് പരിശോധനയിൽ കുടുങ്ങുന്നു. ഉടൻ തന്നെ അവൻ തന്റെ അമ്മാവനായ ജാഫറിനെ വിളിക്കുന്നു. അദ്ദേഹം പോലീസിനോട് സംസാരിച്ച് സേതുവിനെ വിട്ടയക്കുന്നു. അടുത്ത ദിവസം സേതു തന്റെ സഹോദരൻ മധുവിനോട് താൻ ഒരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണെന്ന് പറയുന്നു. ജാഫറും ചാൾസും കൂടെ പോകുന്നു. അവൻ നീന എന്ന പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. സേതു നീനയുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതായി കാണിക്കുന്നുണ്ട്. നീന അവനോട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറയുന്നു. തുടർന്ന് സേതു തന്റെ ജോലി, ജീവിതം, സ്വപ്നങ്ങൾ എല്ലാം തുറന്നു പറയുന്നു. പുറത്തു നിന്നിരുന്ന ചാൾസ് അതേസമയം മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. രാജേന്ദ്രൻ തന്റെ തോക്ക് എങ്ങനെ കൊണ്ടുപോയി എന്നതായിരുന്നു അവന്റെ ചിന്ത. ആ പ്രദേശത്തെ പലരും മാവോയിസ്റ്റുകളെ സഹായിക്കുന്നുണ്ടാകാമെന്ന് അവന് സംശയം തോന്നുന്നു. അതിനാൽ തന്റെ തോക്ക് തിരികെ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ അവൻ വിഷമിക്കുന്നു. പിന്നീട് സേതു സരോജ് എന്ന സ്ത്രീയെ കാണാൻ പോകുന്നു. സരോജ് യഥാർത്ഥത്തിൽ മധുവിന്റെ ഭാര്യയാണ്. മധു കിടപ്പിലാവുകയും മാനസികാവസ്ഥ മോശമാവുകയും ചെയ്തതിനു ശേഷം അവൾ അവനെ ഉപേക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും സേതു എല്ലാ മാസവും അവൾക്ക് ചിലവിനായി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. സേതു വീട്ടിലെത്തുമ്പോൾ ജോലിക്കാരി ഒരു കത്ത് എഴുതി വെച്ച് ജോലി ഉപേക്ഷിച്ചു പോയതായി മനസ്സിലാക്കുന്നു. ടവറിന് മുകളിലുള്ള വൃദ്ധൻ കാരണം ഇനി അവിടെ ജോലി ചെയ്യുന്നില്ലെന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട സേതു വിഷമിച്ചെങ്കിലും അവളില്ലാതെ കാര്യങ്ങൾ നോക്കാമെന്ന് തീരുമാനിക്കുന്നു. സേതു മധുവിനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. മധു കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു. അടുക്കളയിൽ പോയ സേതു അവിടെ ഭക്ഷണം ഒന്നുമില്ലെന്ന് കാണുന്നു. എന്നാൽ ജോലിക്കാരി പോകുമ്പോൾ ഭക്ഷണം തയ്യാറാക്കി വെച്ചതായി പറഞ്ഞിരുന്നു. അപ്പോൾ അവന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. മറ്റാരെങ്കിലും ഇവിടെ വന്നിരുന്നോ? എന്നാൽ അത് കാര്യമാകാതെ അവൻ ഭക്ഷണം ഉണ്ടാക്കി ചേട്ടനും കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വീട്ടിനുള്ളിൽ രക്തക്കറകൾ കാണുന്നു. ആ പാടുകൾ പിന്തുടർന്ന് ഒരു മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന രാജേന്ദ്രനെ സേതു കണ്ടെത്തുന്നു. അതേസമയം മധു മാരിസ് എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങുന്നു. രാജേന്ദ്രൻ ഉടൻ തന്നെ തോക്കെടുത്ത് സേതുവിനെയും മധുവിനെയും ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ രണ്ടുപേരുമല്ലേ ഇവിടെ താമസിക്കുന്നത്? എന്നാൽ ഈ മൂന്നാമൻ ആരാണ് എന്ന് ചോദിക്കുന്നു. സേതു ശാന്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മധുവിന് തന്റെ മരിച്ചുപോയ അമ്മാവൻ മാരിസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വാസമുണ്ടെന്നും അതുകൊണ്ടാണ് അവന്റെ പേര് വിളിക്കുന്നതെന്നും പറയുന്നു. അത് കേട്ട രാജേന്ദ്രന് മധുവിന്റെ മാനസികാവസ്ഥ മനസ്സിലാകുന്നു. ശേഷം രാജേന്ദ്രൻ ടവറിലെ വൃദ്ധനെ കുറിച്ച് ചോദിക്കുന്നു. ജോലിക്കാരിയെ ശല്യപ്പെടുത്തിയിരുന്ന വിചിത്രമായ ആളാണതെന്ന് സേതു വിശദീകരിക്കുന്നു. അപ്പോഴാണ് ജാഫർ നീനയുമായി വീട്ടിലെത്തുന്നത്. സേതുവിനെ വീണ്ടും കാണണമെന്ന് നീനയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാജേന്ദ്രൻ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതിനാൽ സേതു ഭയപ്പെടുന്നു. നീന വീടിനുള്ളിൽ
വീടിനുള്ളിൽ കയറാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും മധുവിനെ കാണണമെന്ന് പറഞ്ഞ് അവൾ അകത്തു കയറുന്നു. മധു അപ്പോൾ ഉറങ്ങുകയായിരുന്നു. പിന്നീട് പുറത്തു വന്ന ജാഫറിനോട് മധുവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ജാഫർ ഇപ്പോൾ മധുവിന്റെ കഥ നീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മധുവും മാരീസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നു. അതിനിടെ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഒരു സമരം അവർ നടത്തി. ആ യോഗത്തിനിടെ വാക്കുതർക്കം വലുതായി കലാശിക്കുകയും അവിടെ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ആ സംഘർഷത്തിനിടെ മാരീസ് മധുവിന്റെ കൺമുന്നിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അതോടൊപ്പം മധുവിന്റെ കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം അവൻ കിടപ്പിലാവുകയും ജീവിതകാലം മുഴുവൻ മാരീസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന ഭ്രമത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് ചാൾസ് തന്റെ തോക്ക് കണ്ടെത്താൻ കഴിയാതെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. സസ്പെൻഷൻ ഭീഷണി നേരിടുന്നതിനാൽ അവൻ കൂടുതൽ ആശങ്കപ്പെടുന്നു. ഇത് കേട്ട സേതുവിന് ഒരു സംശയം തോന്നുന്നു. നമ്മുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന രാജേന്ദ്രന്റെ കയ്യിലുള്ള തോക്ക് അത് ചാൾസിന്റെ തോക്ക് തന്നെ ആകുമോ? ഇതിനിടെ ചാൾസും സഹായം രാജേന്ദ്ര കാമുകിയെ കാണാൻ പോകുന്നു. അവളോട് ചാൾസ് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? ഞാൻ ഒരു ഷോറൂമിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം രാജേന്ദ്രൻ അവിടെ ബൈക്ക് വാങ്ങാൻ വന്നിരുന്നു. അവൻ മാവോയിസ്റ്റ് അല്ല, മറിച്ചൊരു കെമിസ്ട്രി പ്രൊഫസറാണ്. അങ്ങനെയാണ് പരിചയം തുടങ്ങുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തത്. ചാൾസ് അസഹനീയമായി പറയുന്നു, നിങ്ങളുടെ പ്രണയകഥ കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. രാജേന്ദ്രൻ എവിടെയാണെന്ന് പറയൂ. അപ്പോൾ അവൻ ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തുന്നു. എൻ്റെ ബോയ്ഫ്രണ്ട് മാവോയിസ്റ്റ് അല്ല, വെറും ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്. ഒരു ദിവസം തന്നെ പ്രപ്പോസ് ചെയ്യാനായി മാവോയിസ്റ്റ് വേഷം ധരിച്ച് റിസോർട്ടിലേക്ക് പോയതാണെന്ന് അവൾ പറയുന്നു. പക്ഷേ അതേസമയം യഥാർത്ഥ മാവോയിസ്റ്റുകളും അവിടെ രഹസ്യയോഗം നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. വെടിവെപ്പ് ആരംഭിച്ചതോടെ നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. രാജേന്ദ്രനും അതേ വേഷത്തിലായിരുന്നതിനാൽ പോലീസിന് അവനും മാവോയിസ്റ്റ് ആണെന്ന് തോന്നി. ഭയന്നവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുന്നതിനിടെ പോലീസിന്റെ വെടി കാലിൽ കൊണ്ടു. തന്റെ കാമുകിക്കായി കൊണ്ടുവന്ന പൂച്ചെണ്ട് താഴെ വീണു. അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിലാണ് ചാൾസിന്റെ സർവീസ് ഗൺ എടുത്തത്. അതുകൊണ്ട് ആ തോക്കിപ്പോൾ അവന്റെ കയ്യിലാണ് ഉള്ളത്. ഇതെല്ലാം രാജേന്ദ്രൻ നേരിട്ട് സേതുവിനോട് വിശദീകരിക്കുന്നു. പോലീസ് എന്നെ മാവോയിസ്റ്റായി കരുതുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫസറാണ്. മുറിവ് ഭേദമായാൽ ഞാൻ ഇവിടെ നിന്ന് പോകും. ഇതിനുശേഷം സേതു വീണ്ടും നീനയെ കാണാൻ പോകുന്നു. അവളോട് താൻ ഇതുവരെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്നും പഠനം പൂർത്തിയാക്കാൻ സഹായിക്കാമോ എന്നും ചോദിക്കുന്നു. നീന സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ഇതിനിടെ മധു രാജേന്ദ്രനെ കാണുമ്പോഴെല്ലാം അവനെ മാരീസ് ആണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. മാരീസിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ രാജേന്ദ്രനോടും സംസാരിച്ചു കൊണ്ടേയിരിക്കും. രാജേന്ദ്രനും മധുവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ മാരീസിന്റെ രീതിയിൽ തന്നെയാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ടിവിയിൽ വാർത്ത വരുന്നത്. രാജേന്ദ്രനെ ഒരു മാവോയിസ്റ്റ് നേതാവായി ചിത്രീകരിച്ച് കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നുള്ള അറിയിപ്പായിരുന്നു അത്. മധു ഈ വാർത്ത കാണാതിരിക്കാനായി രാജേന്ദ്രൻ പെട്ടെന്ന് ടിവിയിൽ നിന്ന് അവന്റെ ശ്രദ്ധ മാറ്റുന്നു. ഒരു ദിവസം സേതു രാജേന്ദ്രനോട് പറയുന്നു, വീടിന് മുന്നിലെ ടവറിലിരിക്കുന്ന ആ വൃദ്ധൻ എപ്പോഴും തോക്കു ചൂണ്ടി എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവന്റെ വേട്ടത്തോക്ക് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അന്ന് രാത്രി രാജേന്ദ്രൻ രഹസ്യമായി ടവറിലേക്ക് പോകുന്നു. ആ വൃദ്ധന്റെ തോക്ക് മോഷ്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത ദിവസം സേതു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ഒരു വൃദ്ധന്റെ മൃതദേഹം എത്തുന്നു. അത് കണ്ട സേതു ഞെട്ടിപ്പോകുന്നു. കാരണം മരിച്ചത് ടവറിന്റെ മുകളിലിരുന്ന അതേ വൃദ്ധനായിരുന്നു. ഇന്നലെ രാത്രി രാജേന്ദ്രൻ അയാളെ കൊന്നതാണോ എന്ന് സേതു ഭയക്കുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നു, ഇത് കൊലപാതകമല്ല, ഹൃദയാഘാതം മൂലമാണ് ഇയാൾ മരിച്ചത്. അപ്പോഴേക്കും ചാൾസും ആശുപത്രിയിൽ എത്തുന്നു. അവൻ അന്വേഷണത്തിനിടെ ഒരു കാര്യം പറയുന്നു. ആ വൃദ്ധന്റെ കൈവശം ഒരു തോക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അത് കേട്ട സേതു വീണ്ടും ഭയപ്പെടുന്നു. കാരണം ആ തോക്കിപ്പോൾ തന്റെ വീട്ടിലാണല്ലോ. വീട്ടിലെത്തിയ ശേഷം മധു ചോദിക്കുന്നു, പെൺകുട്ടിയെ കാണാൻ പോയിരുന്നോ? നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? സേതു പറയുന്നു, എനിക്ക് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ട രാജേന്ദ്രൻ അവളെ പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അവന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് സേതു പിന്നീട് നീനയോട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. അതോടെ നീനയ്ക്കും സേതുവിനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നു. ഒരു ദിവസം നീന ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഡ്യൂട്ടി സമയം കഴിയുന്നതിന് മുൻപേ ഡോക്ടർ രോഗിയെ നോക്കാതെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. നീന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ തടയുന്നു. നിങ്ങളുടെ ഡ്യൂട്ടി സമയം ഇനിയും കഴിഞ്ഞിട്ടില്ല, ആദ്യം രോഗിയെ പരിശോധിക്കും. എല്ലാവരുടെയും മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടതിനാൽ ഡോക്ടർ നാണം കെട്ട് രോഗിയെ പരിശോധിക്കാൻ പോകുന്നു. പിന്നീട് അവൾ വീണ്ടും ചോദിക്കുന്നു, ഓഫീസ് ആവശ്യത്തിന് നൽകിയ കാർ എന്തിനാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? അതിൽ സ്വകാര്യ സാധനങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് കേട്ട് ഡോക്ടർ എല്ലാവരുടെയും മുന്നിൽ അപമാനിതനാകുന്നു. ഡോക്ടർക്ക് അവളോട് കടുത്ത ദേഷ്യം തോന്നുന്നു. പിന്നീടാണ് ഡോക്ടർക്ക് മനസ്സിലായത് സേതു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഇതെന്ന്. അതോടെ അവൻ കരുതുന്നത് ഇതെല്ലാം സേതുവിന്റെ പ്രേരണയാലാണ് എന്നാണ്. അന്നു മുതൽ അവൻ സേതുവിനെ നിരന്തരം അപമാനിക്കാനും ശകാരിക്കാനും തുടങ്ങുന്നു. എന്നാൽ സേതു ഒന്നും തിരിച്ചു പറയാതെ ജോലി ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം ഡോക്ടർ അതൊരു കട
നടക്കുന്നു. അന്ന് സേതുവിന്റെ ക്ഷമ നശിക്കുന്നു. അവൻ ഡോക്ടറെ ആക്രമിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇനി ഒരിക്കൽ കൂടി എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും. അതോടെ ഡോക്ടർ പരാതി നൽകുന്നു. ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ ആക്രമിച്ചതിനാൽ സേതുവിനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലേക്ക് അയക്കുന്നു. ഈ വിവരം അറിഞ്ഞ ചാൾസും ജാഫറും അവനെ കാണാൻ വരുന്നു. എന്തിനാണ് നീ ഡോക്ടറെ അടിച്ചത് എന്നവർ ചോദിക്കുന്നു. സേതു പറയുന്നത്, അയാൾ കുറെ ദിവസങ്ങളായി എന്നെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് കേട്ട ജാഫറും ചാൾസും സേതുവിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം അവർക്ക് മനസ്സിലായില്ല. വീട്ടിലെത്തിയ സേതു ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം മധുവിനോടും രാജേന്ദ്രനോടും പറയുന്നു. ഇരുവരും അവനെ ആശ്വസിപ്പിക്കുന്നു. ശേഷം സേതു പറയുന്നു, എനിക്ക് പരീക്ഷയുണ്ട്, പഠിക്കണം. അവൻ മുറിയിലേക്ക് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം അവൻ രാവിലെ പരീക്ഷ എഴുതാൻ പുറപ്പെടുന്നുണ്ട്. എന്നാൽ സേതു വീട്ടിലില്ലാത്ത സമയത്ത് ചാൾസ് വീട്ടിൽ പരിശോധനയ്ക്കായി എത്തുന്നു. പുറത്തൊരു തൊപ്പി കണ്ടപ്പോൾ അവൻ ഞെട്ടുന്നു. അത് രാജേന്ദ്രൻ ധരിച്ചിരുന്ന തൊപ്പി പോലെ തന്നെയായിരുന്നു. അപ്പോഴാണ് ചാൾസിന് ഉറപ്പാകുന്നത് രാജേന്ദ്രൻ ഈ വീട്ടിലാണ് ഒളിച്ചിരുന്നത്. വീട്ടിലുള്ള മൊത്തവും തിരയുന്നുണ്ട്. എന്നാൽ ചാൾസ് വരുന്നതിന് മുൻപേ തന്നെ രാജേന്ദ്രന് അപകടം മണക്കുന്നു. അതിനാൽ അവൻ ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ സൂക്ഷ്മമായി മാറിക്കൊണ്ടേയിരുന്നു. ചാൾസിന് അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. ചാൾസ് യഥാർത്ഥത്തിൽ നല്ലൊരു പോലീസ് ഓഫീസർ അല്ലായിരുന്നു. മാവോയിസ്റ്റുകളെ പിടികൂടുന്നെന്ന പേരിൽ നിരവധി നിരപരാധികളെ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടായിരുന്നു. ഈ സത്യം രാജേന്ദ്രൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ചാൾസ് രാജേന്ദ്രനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. രാജേന്ദ്രൻ ജീവിച്ചിരുന്നാൽ തന്റെ എല്ലാ കുറ്റങ്ങളും പുറത്തു വരുമെന്ന് ചാൾസ് ഭയപ്പെടുന്നു. അതേസമയം പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സേതുവിന്റെ അടുത്തേക്ക് ജാഫർ എത്തുന്നു. അവൻ പറയുന്നു, മധുവിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. പരീക്ഷ കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് വരണം. ഇത് കേട്ട സേതു പൂർണ്ണമായും അസ്വസ്ഥനാകുന്നു. സഹോദരനെ കുറിച്ചുള്ള ആശങ്ക കാരണം അവന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് പരീക്ഷ പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെ മധു മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജേന്ദ്രനെ എവിടെയും കാണുന്നില്ല. സേതു മധുവിന്റെ അടുത്തിരിക്കുന്നു. പതിവ് പോലെ മാരി സംസാരിക്കുന്നത് പോലെ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ അപ്രതീക്ഷിതമായി മധു കിടക്കയിൽ എഴുന്നേറ്റ് ഇരിക്കുന്നു. അവൻ അത്യന്തം വികാരാധീനനായി നിലവിളിക്കുന്നു. മാരീസ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. പിന്നെ നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ അഭിനയിക്കുന്നത്? സേതു സത്യം പറയുന്നു. ചേട്ടനെ വിഷമിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാലം ഈ സത്യം മറച്ചു വെച്ചത്. എന്നാൽ ആ സത്യം മധുവിന് സഹിക്കാനാവാത്തതായിരുന്നു. അവൻ സേതുവിനോട് പറയുന്നു, ഇനി നീ എന്നോട് സംസാരിക്കേണ്ട. അവന്റെ ഹൃദയം തകർന്നു പോകുന്നു. ആ വലിയ മാനസികാഘാതം താങ്ങാൻ കഴിയാതെ മധു അവിടെ വെച്ച് മരിക്കുന്നു. സഹോദരന്റെ മരണം കണ്ട സേതു തകർന്നു പോകുന്നു. അവൻ പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും മധുവിന്റെ ഭാര്യ സരോജും അവിടെ എത്തിയിരുന്നു. എല്ലാവരും ചേർന്ന് മധുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. ശവസംസ്കാരത്തിന് ശേഷം ജാഫർ സേതുവിനോട് പറയുന്നു, നിന്റെ ചേച്ചിക്ക് ഇനി ആരുടെയും സഹായമില്ല. അവളെ സഹായിക്കണം. അത് കേട്ട് സേതു വിഷമത്തോടെ പറയുന്നു, എന്റെ കൈവശം ഇപ്പോൾ ഈ വീട് മാത്രമാണുള്ളത്. അതും കൊടുത്താൽ എനിക്ക് പിന്നെ ഒന്നും ബാക്കിയുണ്ടാകില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ ജാഫറിനെ നിർബന്ധിച്ചത് ചാൾസ് ആയിരുന്നു. സേതു അത് ശ്രദ്ധിക്കുന്നു. ശേഷം ജാഫർ വീണ്ടും പറയുന്നു, നീ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാം. ഇന്ന് ഡോക്ടറുടെ വീട്ടിൽ പാർട്ടിയുണ്ട്, നീ അവിടെ വരണം. സേതു സമ്മതിക്കുന്നു. വൈകുന്നേരം സേതു രാജേന്ദ്രന്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. യഥാർത്ഥ തൂക്കും കയ്യിലെടുക്കുന്നു. ശേഷം നേരെ പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ഉടനെ ജാഫറിന്റെ നേർക്ക് തോക്കു ചൂണ്ടുന്നു. സത്യം പറയൂ, എന്തിനാണ് നിങ്ങളിത് ചെയ്തത്? ഭയന്നുപോയ ജാഫർ ഒടുവിൽ എല്ലാ സത്യവും തുറന്നു പറയുന്നു. ഞാൻ ചെയ്തതെല്ലാം ചാൾസിന്റെ നിർദ്ദേശപ്രകാരമാണ്. അവിടെയാണ് മറ്റൊരു വലിയ സത്യം പുറത്തു വരുന്നത്. സേതു പരീക്ഷ എഴുതാൻ പോയ ദിവസം ചാൾസ് ജാഫറിനെ അയച്ചത് ഒരു കള്ളക്കഥയുമായി ആയിരുന്നു. മധുവിന്റെ ആരോഗ്യനില മോശമാണെന്ന് പറഞ്ഞ് സേതുവിനെ പരീക്ഷയിൽ നിന്ന് തിരികെ വിളിക്കാനായിരുന്നു പദ്ധതി. സേതു പോയതിനു ശേഷം ചാൾസ് നേരിട്ട് മധുവിനെ കാണാൻ പോയി. അവൻ മധുവിനോട് മാരീസിന്റെ സത്യം പറയുന്നു. മാരീസ് വളരെ മുൻപേ മരിച്ചുപോയി. ഈ സത്യം കേട്ടതോടെ മധു തകർന്നു. വർഷങ്ങളായി സഹോദരൻ തന്നെ വഞ്ചിച്ചുവെന്ന തോന്നൽ അവനെ പൂർണ്ണമായും തകർത്തു. ആ മാനസികാഘാതമാണ് അവന്റെ മരണത്തിന് കാരണം. അതായത് മധുവിന്റെ മരണത്തിന് യഥാർത്ഥ ഉത്തരവാദി ചാൾസ് തന്നെയായിരുന്നു. ഈ സത്യം അറിഞ്ഞ ശേഷം സേതു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. അവന്റെ നേരെയും തോക്കു ചൂണ്ടുന്നു. ശേഷം ഒരു മൈക്ക് കൈമാറി പറയുന്നു, എന്നെക്കുറിച്ചുള്ള സത്യം എല്ലാവരുടെയും മുന്നിൽ പറയൂ. ഭയന്നുപോയ ഡോക്ടർ ഉടൻ സേതുവിനെ പ്രശംസിക്കാൻ തുടങ്ങുന്നു. സേതു വളരെ നല്ല മനുഷ്യനാണ്, കഠിനാധ്വാനിയാണ്, ആശുപത്രിയിലെ ഏറ്റവും വലിയ ജീവനക്കാരിൽ ഒരാളാണ്. ഇതെല്ലാം കേട്ട് സേതുവിന് ഒരു നിമിഷം സന്തോഷം തോന്നുന്നു. അവൻ അവിടെ നിന്ന് മടങ്ങുന്നു. വീട്ടിലെത്തിയപ്പോൾ രാജേന്ദ്രൻ അവനെ കാത്തിരിക്കുകയായിരുന്നു. രാജേന്ദ്രൻ അപേക്ഷിക്കുന്നു, ദയവായി എന്നെ രക്ഷിക്കൂ, ചാൾസ് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ശേഷം ചാൾസിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളെയും കുറിച്ച് രാജേന്ദ്രൻ സേതുവിനോട് പറയുന്നു. നിരപരാധികളായ പലരെയും വ്യാജ മാവോയിസ്റ്റുകളാക്കി കൊലപ്പെടുത്തിയ കാര്യം എല്ലാം അവൻ അവിടെ പറയുന്നു. കൂടാതെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യവും പറയുന്നു.
ചാൾസ് വീട്ടിൽ തിരച്ചിൽ നടത്തിയ ദിവസം മധു അവനെ മാരീസ് ആണെന്ന് കരുതി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. പക്ഷെ ചാൾസ് ദേഷ്യത്തോടെ നിലവിളിച്ചു. എത്ര പ്രാവശ്യം പറയണം, മാരീസ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. ആ വാക്കുകളാണ് മധുവിനെ പൂർണ്ണമായും തകർത്തത്. ഇപ്പോൾ സേതുവിന് എല്ലാം വ്യക്തമായി. തന്റെ സഹോദരൻ മധുവിന്റെ മരണത്തിനു പിന്നിൽ ചാൾസ് തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സേതു രാജേന്ദ്രനോട് പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കും. അതിനുശേഷം അവൻ രാജേന്ദ്രനെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ വഴിമധ്യേ ചാൾസ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു നിമിഷം പോലും വൈകാതെ ചാൾസ് ഇരുവരെയും ആക്രമിക്കുന്നു. സേതുവിനെയും രാജേന്ദ്രനെയും ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. പരിക്കേറ്റ് ദുർബലനായിരുന്ന രാജേന്ദ്രന് ആ മർദ്ദനം താങ്ങാൻ കഴിയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ മരിക്കുന്നു. തന്റെ സുഹൃത്ത് രാജേന്ദ്രൻ മരിക്കുന്നത് കണ്ട സേതുവിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. അവന്റെ ഉള്ളിലെ എല്ലാ വേദനയും കോപവും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നു. സേതു ചാൾസിനെതിരെ തിരിച്ചടിക്കുന്നു. ഇരുവരും തമ്മിൽ ഭീകരമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. അടിപിടിക്കിടയിൽ സേതു ചാൾസിനെ ശക്തമായി ആക്രമിക്കുന്നു. അവസാനം ചാൾസ് അവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പോൾ ചാൾസും രാജേന്ദ്രനും രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സേതു ഒറ്റയ്ക്കാക്കുന്നു. തന്റെ ജീവിതത്തിൽ അവശേഷിച്ചിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹോദരൻ മരിച്ചു, ജോലി നഷ്ടപ്പെട്ടു, സുഹൃത്തു മരിച്ചു. ഇനി തനിക്ക് മുന്നിൽ എന്ത് ജീവിതമാണുള്ളതെന്ന് പോലും അവനറിയില്ല. അപ്പോൾ അവനൊരു തീരുമാനമെടുക്കുന്നു. ഒരു FM റേഡിയോ ചാനലിലേക്ക് ഫോൺ ചെയ്യുന്നു. തനിക്കൊരു അഭിമുഖം നൽകണമെന്ന് പറയുന്നു. അവർ അവനെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നു. അതോടെ കഥയുടെ അവസാന ഭാഗം കാണിക്കുന്നു. ഇപ്പോൾ സേതു ഒരു സാധാരണ മനുഷ്യനല്ല, അവനൊരു മാവോയിസ്റ്റായി മാറിയിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവനിനി നക്സലൈറ്റുകളുടെ വഴിയിലൂടെ നടക്കാൻ തീരുമാനിക്കുന്നു. കാരണം അവനിനി നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലായിരുന്നു. അങ്ങനെ സേതുവിന്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ സൂചന നൽകി സിനിമ അവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.